ബോർഡുമായി ബന്ധപ്പെട്ട ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ നെറികെട്ട രാഷ്ട്രീയ കളിയാണ് BJP നടത്തിയത്. പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചൊതുക്കി വെറും ഫാസിസ്റ്റ് രീതിയിലാണ് JPCയിൽ BJP അവരുടെ നയം നടപ്പിലാക്കിയത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വഖഫ് ബില്ലിൽ കാര്യമായ ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഒന്നും നടപ്പായില്ല. കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും നോക്കുകുത്തികളാക്കി നിർത്തി വഖഫ് ബോർഡിലെ JPC ഭേദഗതികൾ കൂളായി രാജ്യസഭ കടന്നിരിക്കുകയാണ്. വലിയ ബഹളത്തിനിടയിലാണ് ബില്ല് അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചെയർപേഴ്സൺ ജഗദീപ് ധൻഖർ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുക വരെ ചെയ്തു. പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പ് സംബന്ധിച്ച കുറിപ്പ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും വ്യാജ JPC റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ല എന്നും മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ട് രാജ്യസഭ MP മേധാ കുൽക്കർണി മേശപ്പുറത്ത് വെച്ചപ്പോൾ തങ്ങളുടെ വിയോജിപ്പ് കുറിപ്പുകളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്തുവെന്ന് ആരോപിച്ച പ്രതിപക്ഷ MPമാർ ബഹളം വെക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ സന്ദേശം ധൻഖർ വായിക്കാൻ ശ്രമിച്ചപ്പോഴും ബഹളം തുടർന്നു. മതസ്വാതന്ത്ര്യവും മൗലിക അവകാശവും ലംഘിക്കുന്ന വഖഫ് ഉന്മൂലന ബില്ലാണിതെന്നാണ് പ്രതിപക്ഷ MPമാർ ചൂണ്ടിക്കാട്ടിയത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ജനുവരി 30-ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിച്ചത്. ഭേദഗതി ചെയ്ത പരിഷ്കരിച്ച ബില്ല് ജനുവരിയിൽ പാനൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. BJPയുടെ 22 ഭേദഗതികൾ അംഗീകരിച്ച JPC പ്രതിപക്ഷത്തിന്റെ 44 ഭേദഗതികളും തള്ളിയാണ് ബില്ലിലെ ഭേദഗതികൾ അംഗീകരിച്ചത്. ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടത്തിയെന്നും 16 MPമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 10 MPമാർ എതിർത്തുവെന്നും JPC ചെയർമാൻ ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയതോടെ പ്രതിപക്ഷത്തിന് നിയന്ത്രണം നഷ്ടമായി. ഇന്ത്യയിലെ വഖഫ് വസ്തുക്കളുടെ ഭരണത്തിലും നിയന്ത്രണത്തിലും നിർണായക മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് 2024 ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. 1995-ൽ വഖഫ് ആക്ടിന്റെ ഭേദഗതിയാണ് ബില്ല് ലക്ഷ്യം വെക്കുന്നത്. 2006-ലെ സച്ചാർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ വഖഫ് വസ്തുക്കളുടെ വിപണി മൂല്യം ഏതാണ്ട് 1.2 ലക്ഷം കോടി രൂപ വരും. 1913-ലെ വഖഫ് നിയമം മുതൽ പിന്നീട് ഭേദഗതി ചെയ്യപ്പെട്ട ധാരാളം നിയമങ്ങൾക്കനുസരിച്ച് വരെയാണ് വഖഫ് വസ്തുവകകൾ നിയന്ത്രിക്കപ്പെടുന്നത്. 1923, 1954 എന്നീ വർഷങ്ങളിലും ഒടുവിൽ 1995 സമഗ്ര വഖഫ് ആക്ടായും ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഖഫ് വസ്തുവകകൾ പരിപാലിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിർണായകമായ മാറ്റങ്ങളാണ് 2024-ലെ ഭേദഗതി ബില്ല് നിർദ്ദേശിക്കുന്നത്. കേന്ദ്ര വഖഫ് കൗൺസിലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിം ഇതര സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇതിൽ വലിയ ചർച്ചയ്ക്ക് വഴി തെളിച്ചത്. മുസ്ലിം മത നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫിന്റെ ഭരണ നിർവഹണം നടക്കുന്നത് എന്നതിനാൽ മുസ്ലിം ഇതര സമുദായ അംഗങ്ങളെ കൂടി അധികാരത്തോടു കൂടി വഖഫ് വസ്തുക്കളുടെ നിയന്ത്രണത്തിന് നിയമിക്കുന്നത് തെറ്റാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് യാഥാർത്ഥ്യമാക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.